കേരളത്തിൽ നിങ്ങൾ നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയങ്ങളിൽ ഓരോ ദിവസത്തെ വാർത്ത എടുക്കുമ്പോഴും ഭയമാണോ? നിങ്ങൾ നോക്കിക്കേ, സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ, മുസ്ലിം കുട്ടികൾ, സ്കൂൾ കഴിഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് തമാശ കൊണ്ട് പോകുന്ന സമയത്ത്, അവര് വണ്ടിയിൽ പോയതല്ല, റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പാണ്ടിലൂറി വന്നവരുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറിയടോ 4 പെൺകുട്ടികൾ. ആലപ്പുഴയിലാ എന്റെ പ്രിയപ്പെട്ടവര്, മെഡിക്കൽ കോളേജിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 5 പേരാ ഒരു വണ്ടിക്കകത്ത് ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു പോയത്. എത്ര അപകടങ്ങൾ നമ്മൾ കാണുന്നടോ, എത്ര ദുരന്തങ്ങൾ നമ്മൾ കാണുന്നടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയനാട് ദുരന്തമുണ്ടായി, എത്ര പേരാ മരിച്ച്? ഇന്നും മയ്യത്ത് കിട്ടിയിട്ടില്ല 10-48 പേരുടെ. അവരുടെ ജനാസയില്ല. ഞാൻ പോയതാ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പോയിരുന്നവിടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖബർസ്ഥാൻ കണ്ടു. അവിടെ മീസാൻ കല്ലുകളിൽ അബൂബക്കറും ഉമറും ഉസ്മാനും ആയിഷയും ഖദീജയുമല്ല, അവിടെ രാധാമണിയുണ്ട്, ജോസഫ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുടെ ജനാസകൾ എല്ലാം ഉണ്ടായവരാണ്. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്നു പോയി. ഏ ചെറുപ്പക്കാരാ, ബൈക്കിൽ സഞ്ചരിക്കുന്നവനാ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവനാ, നീ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടില്ലേ മോനെ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ, അപകടങ്ങളും അപകട മരണങ്ങളും ദുരന്തങ്ങളുമെല്ലാം തട്ടിമാറ്റാൻ കഴിയുന്ന ഒരു വഴിയാണ് സദക്ക കൊടുക്കല്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്